ഹായ് ഓൾ. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഒരുവിധ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടുള്ളൊരു റെമഡിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ നേച്ചേഴ്സിൻ്റെ ആലോവേര ജെല്ലാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ സ്പൂണിൽ ഞാൻ 1 സ്പൂൺ ആലോവേര ജെല്ല് ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. അപ്പം ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെ ഉണ്ടാക്കിയ കഞ്ഞിവെള്ളം ഞാൻ ഉച്ച കഴിഞ്ഞ് അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ആ ഒരു കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ തിക്നെസ് കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട്. അപ്പം ഇന്നലത്തെ കഞ്ഞിവെള്ളം ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം അത് നമ്മുടെ ഹെയറിലൊക്കെ നമ്മൾ കൂടുതലും കഞ്ഞിവെള്ളം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. പക്ഷെ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പം കുറച്ചും കൂടെ നല്ലത് നമ്മുടെ അന്നന്നുണ്ടാക്കുന്ന കഞ്ഞിവെള്ളം തന്നെയാണ്. അപ്പം ഇതിന് ഞാൻ ഉച്ച കഴിഞ്ഞെടുത്തിരിക്കുന്ന കാരണം തന്നെ അത് കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. ഈ ആലോവേര ജെല്ലും കഞ്ഞിവെള്ളം കൂടെ ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആലോവേര ജെൽ ആ കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് അലിയുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം കഞ്ഞിവെള്ളം നമ്മുടെ ഫേസിനും അതുപോലെ തന്നെ ഹെയറിനും ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട്. അപ്പം നമ്മുടെ ഫേസിന് എന്തൊക്കെ ഗുണങ്ങൾ നമ്മുടെ ഈ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുമെന്ന് നോക്കാം. അപ്പം നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യിപ്പിക്കാൻ നമ്മളൊരു കണ്ടിന്യൂസ് ബേസിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നവർ താല്പര്യമുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. കഞ്ഞിവെള്ളം നമുക്ക് ഡെയിലി ബേസിസിൽ നമ്മുടെ സ്കിന്നിലേക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സമയമില്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ നമ്മുടെ ഫേസിലേക്ക് ഈ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും. നമ്മുടെ സ്കിന്നിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യിപ്പിച്ചു കൊണ്ടുവരാനും അതുപോലെ നമ്മുടെ ചിന്നിൽ മിക്കവർക്കും നമുക്ക് കാണുന്ന ഒരു പ്രശ്നമാണ് പോർസ് വിസിബിൾ ആയിട്ട്. അപ്പം അതിനും ഒരു പരിഹാരമാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളം. അതുപോലെ ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോയുടെ കമൻസിലൊക്കെ ചോദിക്കാറുണ്ട്, ചേച്ചി കണ്ണിന് റിങ്കിൾസും അതുപോലെ ഫൈൻ ലൈൻസും ഒക്കെ കുറയാൻ ഒരു റെമഡി പറയുമെന്ന്. അപ്പം അതിനുള്ളൊരു പരിഹാരം കൂടെയാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളം. നമ്മുടെ കഞ്ഞിവെള്ളം നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കണ്ണിൻ്റെ അടിയിലത്തെ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ ഈ കഞ്ഞിവെള്ളം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറിൻ്റെ രൂപം മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിന് സാധിക്കും. അതുപോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലായിട്ടുള്ളൊരു സ്കിന്നാണ്. അങ്ങനെയുള്ളവർക്കും ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമാണ്. അവരുടെ സ്കിൻ ഒന്നും കൂടെ ഗ്ലോയിങ് ആക്കി എടുക്കാൻ, നമ്മുടെ കൊറിയൻ സ്കിൻ എന്നൊക്കെ പറയത്തില്ല, ആ ഒരു രീതിയിൽ കൊണ്ടുവരാൻ നമ്മുടെ കഞ്ഞിവെള്ളം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇത് നമുക്ക് ആഗ്നേ പ്രോൺ സ്കിന്നുകാർക്കും അതുപോലെ ഓയിലി സ്കിന്നുകാർക്കും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഓയിലി സ്കിന്നുകാർക്കും ആഗ്നേ പ്രോൺ സ്കിന്നുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാം. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്കൊക്കെ അത് നമ്മൾ അവരുടെ ആ ഓയിൽനെസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കഞ്ഞിവെള്ളം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം. അപ്പം അത് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഐസ് റോളർ ഉണ്ടല്ലോ, നമുക്ക് മീഷോയിലും ആമസോണിലും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. 3 ഐസ് റോളർ ഞാൻ ഒരു 100 അങ്ങനെ 100 സംതിങ് ആയിരുന്നു. അപ്പം ആ ഒരു റേറ്റിനാണ് വാങ്ങിച്ചത്. അപ്പം അതിലേക്ക് ഞാൻ ഫില്ല് ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ആ ഐസ് റോളർ എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം അത് നല്ല ഐസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഐസ് രൂപത്തിൽ നമ്മുടെ ഫേസിൽ പാക്കുകൾ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഐസ് റോളർ നമുക്ക് വാങ്ങിച്ച് വെക്കാവുന്നതാണ്. നമ്മുടെ മീഷോയിലൊക്കെ അവൈലബിൾ ആണിത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പം കുറച്ച് നേരം നമ്മുടെ ഫേസിൽ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യേണ്ട, കുറച്ച് ടൈം നമുക്ക് ഇതൊന്ന് ഫേസിൽ റബ്ബ് ചെയ്ത് കൊടുക്കാം. ഡെയിലി ബേസിസിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മാറ്റം നമ്മുടെ ഫേസിൽ വന്നു തുടങ്ങും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ ഈ ഒരു വീഡിയോ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാനതെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.